നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള കാനോലി പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് 40 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ കൊടുന്ന് പാർക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് കൊടുത്താൽ ഇവിടെ പാർക്ക് ചെയ്യാം. ഇതിനോട് തൊട്ടടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു തടി ഡിപ്പോയും അതുപോലെ തന്നെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കഫ്റ്റീരിയയും പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സും ഉണ്ട്. രാവിലെ 9 മണി മുതൽ നമുക്ക് ഇവിടെ പ്രവേശനം ലഭ്യമാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ഒരു വാക്ക് വേ, പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ പഴയ കെട്ടിടം, ഈ കെട്ടിടം എന്തിനാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിലൂടെ നമുക്ക് മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളും അതുപോലെ തേക്കിൻ തോട്ടത്തിൻ്റെ കാഴ്ചകളും കണ്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാം. ഇതിലൂടെ കുറച്ച് ദൂരം നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചാലിയാർ പുഴയുടെ തീരത്തെത്തും. പണ്ട് 2018 മുൻപ്, അതായത് പ്രളയത്തിന് മുമ്പ്, ഇവിടെ ഇരുമ്പിൻ്റെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ആ ഇരുമ്പിൻ്റെ തൂക്കുപാലത്തിലൂടെ നമ്മൾ ചാലിയാർ പുഴ കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കന്നിമരത്തേക്ക് കാണാമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കുമരം. അതുപോലെ പണ്ട് ഇവിടെ ഒരു 12 കിലോമീറ്ററോളം ജീപ്പിൽ ട്രക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് ഈ കന്നിമരത്തേക്കിൻ്റെ അടുത്ത് എത്താമായിരുന്നു. ആ ഇരുമ്പ് തൂക്കുപാലം വീണതിന് ശേഷം, ആ പ്രളയത്തിന് ശേഷം, അത് നാശമായതിന് ശേഷമാണ് ജീപ്പിലെ ട്രക്കിങ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ജീപ്പിലെ ട്രക്കിങ് നിർത്തി വച്ചിരിക്കുകയാണ്. അതുപോലെ പാലം പുനർനിർമ്മിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കന്നിമരത്തേക്ക് പോയിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ നിരാശ നമുക്ക് ഉണ്ട്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ ഈ കനോലി പ്ലോട്ട്. 1846 ഇത് നിലവിൽ വന്നത്. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തേക്ക് തടികൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ഇത്തരത്തിൽ ഒരു തേക്ക് പ്ലാന്റേഷൻ, തേക്ക് വെച്ച് പിടിപ്പിച്ച് ഒരു തോട്ടം നിർമ്മിക്കാമെന്ന് ഒരാശയം വരികയും അന്നത്തെ കളക്ടർ കാനോലി സാഹിബ് അതിനെ ഉത്തരവിറക്കുകയും അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ചാത്തു മേനോൻ ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഏകദേശം 5.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കനോലി പ്ലോട്ട്. ഇവിടെ നമ്മൾ ഈ വാക്ക് വേയിലൂടെ നടന്ന് നമ്മൾ നേരെ എത്തുന്നത് ചാലിയാർ പുഴയുടെ അടുത്താണ്. ഈ ചാലിയാർ പുഴയ്ക്ക് കുറുകെ ഒരു ഇരുമ്പ് തൂക്കുപാലം ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രളയത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴും ഈ ചാലിയാർ പുഴ നീന്തി കടന്ന് രാത്രി കാലങ്ങളിൽ ആന ഇവിടെ വന്ന് സന്ദർശകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നശിപ്പിച്ചിടാറുണ്ട്. അവർ ഈ കനോലി പ്ലോട്ടിലേക്ക് ഇടയ്ക്ക് അതിക്രമിച്ച് കയറാറ് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത്. ഇവിടെ ജസ്റ്റ് ഇരിക്കാനും അതുപോലെ ഒരു ഊഞ്ഞാല്, ഈ കാണുന്ന ബിൽഡിങ് ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയയാണ്, ഒരു കഫ്റ്റീരിയ ആയിരുന്നു. അങ്ങനെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട ആന കുത്തിമറിച്ച ബെഞ്ച് ഈ കിടക്കുന്നത്. ആന അവിടെ കയറിയിട്ടേ കുറച്ച് ബെഞ്ചും അതുപോലെ കളി ഉപകരണങ്ങളുണ്ട്, അതൊക്കെ കുത്തിമറിച്ചിട്ടുണ്ട്. അതുപോലെ ആനയുടെ കാൽപാദത്തിൻ്റെ അടയാളവും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ മനോഹരമായൊരു വാക്ക് ഉണ്ട്. അതിലൂടെ നമുക്ക് തേക്കിൻ മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാം. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം രണ്ട് സൈഡിലും തേക്കിൻ തടികളും തേക്കിൻ ചെടികളും തേക്കിൻ മരത്തിൻ്റെയും ഇടയിലൂടെ നമുക്ക് വളരെ സുന്ദരമായ നല്ല ഫ്രഷായിട്ടുള്ള എയർ ശ്വസിച്ചുകൊണ്ടുള്ള ഒരു നടത്തം, അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരിക്കും. ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ കനോലി പ്ലോട്ടിലെ മനോഹരമായ ഒരു ഗാർഡൻ, അതുപോലെ ഔഷധ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഗാർഡൻ, പിന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ, ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിപ്പിടങ്ങൾ, അതൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കുട്ടികളെയും ഫാമിലിനെയും ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ ഗാർഡുമാർ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫാമിലീസിനായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വ്യത്യസ്തമായ മനോഹരമായ മറ്റു കാഴ്ചകളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.